പെട്ടെന്നൊരു മൂകാംബിക ട്രിപ്പ് പ്ലാൻ ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്ന് മൂകാംബികയ്ക്കുള്ള ബസ്സിന് ഓൺലൈനിൽ അങ്ങ് ബുക്ക് ചെയ്ത് 1000 സംതിങ് രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കയറിയത്. രാത്രി 7 മണി പറഞ്ഞിട്ടും ബസ് വന്നപ്പം ഏകദേശം ഒരു 8-8:30. നമ്മുടെ KSRTC അല്ലേ. മാത്രവുമല്ല ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡിൽ. ഞായറാഴ്ച രാവിലെ ഒരു 9 മണിക്ക് ബസ് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ചെന്നതോ വൈകിട്ടൊരു 3 മണിയെങ്കിലും ആയിക്കാണും. ലളിതാംബിക ലോഡ്ജ് റൂം കിട്ടുമെന്ന് പറഞ്ഞ് ചെന്നാണ്. അവിടെ റൂം മൊത്തം ഫുള്ള്. പിന്നെ വേറൊരു ലോഡ്ജിൽ റൂം എടുത്ത് ഞങ്ങൾ. തിരക്കുള്ള ദിവസമായതുകൊണ്ട് അവർ 1000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. എന്തായാലും വേണ്ട, റൂം എടുത്തേക്കാന്ന് ഞങ്ങളും കരുതി. റൂമിൽ ചെന്ന് സാധനമെല്ലാം വെച്ച് സൗവർണികയിൽ പോയി ഒരു കുളിയും പാസ്സാക്കി നേരെ തിരിച്ചു വന്ന് ഒരുങ്ങി സെറ്റായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നിന്നത് മതിയായിരുന്നു. നല്ലതുപോലെ ദേവിയെ തൊഴുതിറങ്ങി. രാവിലെ 5 മണിക്കാണ് അമ്പലം തുറക്കുന്നത്. എന്തായാലും നേരത്തെ പോയി ക്യൂ അങ്ങ് നിന്നേക്കാമെന്ന് ഞങ്ങളും കരുതി. നേരത്തെ ചെന്നുകൊണ്ട് പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി. 6-6:30 ആയിക്കഴിഞ്ഞാൽ പൂജകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ക്യൂ പിന്നെ സ്ലോ ആയി പോകും. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ അന്നദാനം ഉണ്ടാവും. അവിടെ പോയി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ മാറി അവിടെ ഇരിപ്പായി. തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ള ആലോചനയായി. ബസ്സിന് പോയാൽ ഒത്തിരി താമസിക്കും. എന്നാൽ പിന്നെ ട്രെയിന് പോയേക്കാമെന്ന് കരുതി. കൊല്ലൂരിൽ നിന്ന് മംഗലാപുരം വരെ ഒരു 4 മണിക്കൂർ ബസ് യാത്രയുണ്ട്. ഒരാൾക്ക് 205 രൂപയാണ്. മംഗലാപുരത്തു നിന്ന് ചങ്ങനാശ്ശേരി വഴിയുള്ള ട്രെയിൻ ഉണ്ടാകുന്നത് വൈകുന്നേരം 6:15-നാണ്. മലബാറാണ്. 6:15 ആ ട്രെയിൻ അവിടെ നിന്ന് വിട്ടാൽ പിറ്റേ ദിവസം ഒരു 4:45 ആകുമ്പോൾ ചങ്ങനാശ്ശേരി. ഇനി ആലപ്പുഴ വഴി പോകുന്നവർക്കാണെങ്കിൽ മാവേലി എക്സ്പ്രസ് ഉണ്ടാകും. അതും വൈകുന്നേരം 5:45 മംഗലാപുരത്തു നിന്ന് വിടുന്നുണ്ട്. ട്രെയിൻ ടിക്കറ്റാണെങ്കിൽ ചങ്ങനാശ്ശേരി വരെ 160 രൂപയാകുന്നുള്ളൂ മംഗലാപുരത്തു നിന്ന്. ഇവിടുന്ന് കുടജാദ്രി പോകണമെങ്കിൽ ഒരു 40 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ജീപ്പിലാണ് പോകേണ്ടത്. ഒരാൾക്ക് 400 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഒരു 6 കിലോമീറ്റർ പിന്നെ ഒരു ഓഫ് റോഡാണ്. തിരിച്ചും ആ ജീപ്പിൽ തന്നെ നമുക്ക് പോരാവുന്നതാണ്. പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളമോ നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും ഒക്കെ ധരിക്കുക. മഴയുണ്ടെങ്കിൽ റെയിൻകോട്ടോ കുടയോ ഒക്കെ കരുതുക. കുട പിടിച്ചു പോകുന്നത് വളരെ റിസ്ക്കാണ്. മേളിൽ ചെല്ലുമ്പോൾ നല്ല കാറ്റുണ്ടാവും. ആ കാറ്റ് പിടിക്കാതെ നടക്കാനുള്ള ഒരു ഇതുണ്ടാകണം. ഇനി റൂം ബുക്ക് ചെയ്യാനാണെങ്കിൽ www.karnatakatemple accommodation.com എന്ന സൈറ്റിൽ കയറി